എല്ലാവർക്കും ഈശ്വരാധീനം എന്നും ഉണ്ടായിരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കണ്ടാലും. ചതയം. നല്ല അറിവുള്ളവരായ ചതയം നക്ഷത്ര ജാതർ വിശാല വീക്ഷണവും വിശാല മനസ്ഥിതിയും ഉള്ളവരാണ്. സത്യസന്ധരും നീതിമാന്മാരുമായിരിക്കും. മനഃചാഞ്ചല്യമുള്ളവരുമാണ്. ബുദ്ധിജീവികളായ ചതയം നക്ഷത്രക്കാർ സുന്ദരന്മാരും മുൻകോപികളും സ്നേഹിതന്മാർക്ക് ഉപകാരിയുമായിരിക്കും. സ്വതന്ത്ര ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. പ്രവർത്തന രംഗങ്ങളിൽ മികവ് പുലർത്തുവാൻ ഇവർക്ക് കഴിയും. സ്വന്തക്കാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും മേന്മയൊന്നും ലഭിക്കില്ല. പിതാവിനെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാറില്ലെങ്കിലും മാതാവിൻ്റെ നന്മകൾ ഉണ്ടാകാറുണ്ട്. സ്ത്രീജിതന്മാരായിരിക്കും. ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ഭീരുക്കളാണ്. രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഇവരുടെ മനോഗതി മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. 34 വയസ്സുവരെ പറയത്തക്ക പുരോഗതിയൊന്നും ജീവിതത്തിൽ ഉണ്ടാവാറില്ല. അതിനുശേഷമാണ് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. കർമ്മമേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കും. സാഹസികമായ പ്രവൃത്തികൾ ചെയ്യും. ആത്മീയതയിൽ താൽപ്പര്യമുള്ളവരായിരിക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദുരിതപൂർണമായൊരു ജീവിതം നയിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ഭർത്തൃദുരിതമോ വിരഹമോ ഇവർക്ക് അനുഭവിക്കുവാനിടയാകും. ക്ഷിപ്രകോപികളായിരിക്കും ഇവർ. ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രതിപത്തി വെച്ച് പുലർത്തുന്നു. സജ്ജന സഹവാസത്താൽ മനഃശാന്തിയുണ്ടാകും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. യോനി, സ്ത്രീ, മൃഗം, കുതിര, ഭൂതം, ആകാശം, പക്ഷി, മയിൽ, വൃക്ഷം, കടമ്പ്. ചതയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണ്. തുടർന്ന് വ്യാഴദശ 16, ശനിദശ 19, ബുധദശ 17, കേതുദശ 7, ശുക്രദശ 20 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. ആസുരഗണത്തിൽപ്പെട്ട ചതയം നക്ഷത്രക്കാർ ഉത്രട്ടാതി, അശ്വതി, കാർത്തിക. ഉത്തരത്തിൻ്റെ അവസാന 3 പാദങ്ങൾ അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. ചതയം നക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ്. ചതയത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: വ്യാപാരം, ജലയാത്ര, വ്യവഹാരം. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: കാർത്തിക മുക്കാൽ, മകം, ഉത്രം കാൽ, ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം. ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ രാഹു ആകയാൽ ഗോമേതകം ധരിക്കാവുന്നതാണ്. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. പൊതുവെ മാനസിക സംഘർഷം കുറഞ്ഞു വരുന്നതായി തോന്നും. കുടുംബ അന്തരീക്ഷം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. എങ്കിലും സംസാരം നിയന്ത്രിക്കുക. ക്ഷമാശീലം ഇല്ലായ്മ മൂലം വളരെയേറെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. മറ്റുള്ളവരുമായി കലഹത്തിന് സാധ്യത കാണുന്നു. പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ നിർബന്ധിതമായ നിയന്ത്രണം കൊണ്ടുവരും. പകർച്ചവ്യാധി പിടിപെടാൻ സാധ്യതയുണ്ട്. ധർമ്മപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് നിമിത്തം മാതാപിതാക്കളുടെ പ്രീതിയും പ്രോത്സാഹനവും ലഭിക്കും. പുത്രൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കും. ക്ഷേത്രത്തിൽ മുൻ നിശ്ചയിച്ച വഴിപാടുകൾ നടത്തുവാൻ സാധിക്കും. ഗ്രഹം പുതുക്കിപ്പണിയുവാൻ സാധിക്കും. എന്തിനേയും നേരിടാനുള്ള മനോധൈര്യം വന്നു ചേരും. പരിഹാരം: ശിവന് പിൻവിളക്ക്, കൂവളമാല എന്നിവ നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. കർമ്മമേഖലയിൽ ഉന്നതി. പൊതുവെ കണ്ടുവന്നിരുന്ന തടസ്സം മാറിത്തുടങ്ങും. വാഹനയോഗം കാണുന്നു. പൂജാതി കർമ്മങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കും. വരവിനേക്കാൾ ചിലവ് അധികരിക്കും. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ശ്രമം വിജയിക്കും. ഭൂമിയോ വീടോ അധീനതയിൽ വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് സാധ്യത. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്ന് ഭേദപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കാം. കടബാധ്യത തീർക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയം, ഉത്കണ്ഠ എന്നിവയും ശ്രദ്ധക്കുറവും ചിലരിലെങ്കിലും ഇക്കാലയളവിലുണ്ടായേക്കാം. മാസമധ്യത്തിന് ശേഷം മനസ്സിൻ്റെ സ്വസ്ഥത വർദ്ധിക്കും. പരിഹാരം: വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. മേലുദ്യോഗസ്ഥരുടെ അനുമോദനം നേടും. വരവിലും ചിലവ് വർദ്ധിക്കും. കാര്യങ്ങളെ ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കും. സന്താനങ്ങളുടെ പ്രവൃത്തിയിലൂടെ ആശ്വാസവും സമാധാനവും ലഭിക്കും. ബന്ധുമിത്രാദികൾക്കായി സമയം കണ്ടെത്തും. കൃഷി പാട്ടഭൂമിയിലേക്ക് കൂടി വികസിപ്പിക്കും. വിദേശത്ത് തൊഴിൽ ലഭിക്കുവാൻ സാധ്യത. വിദ്യാർത്ഥികൾ ഉന്നത നിലവാരം പുലർത്തും. പ്രശസ്തിയും പദവിയും കൈവരിക്കും. വാഹനങ്ങൾ ഫലപ്രദമായ വരുമാന മാർഗത്തിനായി ഉപകരിക്കും. കഴിവുകൾ യുക്തിപൂർവ്വം പ്രയോജനപ്പെടുത്തുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. പെരുമാറ്റം നിയന്ത്രിച്ചില്ലെങ്കിൽ ശത്രുക്കൾ വർദ്ധിക്കും. പരിഹാരം: സുബ്രഹ്മണ്യന് പഞ്ചാമൃതം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. ജോലികളിൽ ശ്രദ്ധ പുലർത്തുന്നതിനാൽ മേലധികാരികളിൽ പോലും പ്രശംസ ലഭിക്കും.
പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് സാമ്പത്തികം ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പല രോഗങ്ങളും തലപൊക്കും. അത് കർമ്മമേഖലയിൽ ഭീഷണിയുണ്ടാക്കും. മക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി കൈകാര്യം ചെയ്ത് കയ്യടി നേടും. ഗർഭിണികൾ ദൂരയാത്ര ഒഴിവാക്കണം. പിതാവിന് അസുഖം വർദ്ധിക്കാൻ സാധ്യത. ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. വിരോധികളായ പലരും അനുകൂലമായി തീരും. പരിഹാരം: ശിവന് ധാര നടത്തുക, പിൻവിളക്ക് നടത്തുക.